ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പോൾ നമുക്ക് അനീഷേട്ടനെ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ആദ്യം ബിഗ് ബോസിൽ കോമണറായിട്ട് വന്നപ്പോൾ ആദ്യ എൻട്രി തന്നെയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഫസ്റ്റ് 2 വീക്സ് നമ്മളെ ഭയങ്കരമായിട്ട് വെറുപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ അനീഷേട്ടൻ എന്ന് പറയുന്നത്. ആദ്യം വെറുപ്പിച്ചിട്ട് പിന്നീട് നമ്മളെല്ലാവരെയും എന്താ പറയുക സന്തോഷിപ്പിച്ചും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ് അനീഷേട്ടൻ. കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഷാനവാസിക്കായിട്ടുള്ള ബോണ്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണാനായിട്ടും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഇവരുടെ കോംബോയ്ക്കുണ്ട്. അനീഷിൻ്റെ ഫാൻസ് വേറെയുണ്ട്, ഷാനവാസിൻ്റെ ഫാൻസ് വേറെയുണ്ട്. പക്ഷേ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ആയിട്ടുള്ള ഒരു കോംബോയ്ക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് എന്തായാലും ഉണ്ട്. അതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ 2-3 ദിവസങ്ങളായിട്ട് അനീഷേട്ടനെ ഭയങ്കര ഡീഗ്രേഡിങ് പുറത്ത് നടക്കുന്നുണ്ട്. ഓൾവേസ് നമ്മുടെ ഷാനവാസിക്കാനെ ഡീഗ്രേഡ് ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ കൂടെ അനീഷേട്ടനെയും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അത് ഡീഗ്രേഡ് ചെയ്യുന്നത് പെണ്ണുപിടിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് ഇവർ ഡീഗ്രേഡിങ് നടത്തുന്നത്. നമുക്കറിയാം അനീഷേട്ടൻ അങ്ങൊരു എന്താ പറയുക ഒരു രീതിയിൽ പോകുന്ന ഒരാളുമല്ല. നമ്മൾ കണ്ടതി വെച്ചിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഷോയിൽ ലൈവ് 24/7 ഓടിക്കൊണ്ടിരിക്കുന്ന ലൈവിൽ അനീഷേട്ടൻ്റെ സ്വഭാവവും ക്യാരക്ടറും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അനീഷേട്ടൻ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് അനീഷേട്ടൻ്റെ ഒരു ഇഷ്ടം അത് തുറന്നു പറഞ്ഞു. ആ ഇഷ്ടം തുറന്നു പറഞ്ഞത് അയാൾ ഉള്ളിൽ ഒളിപ്പിച്ചില്ല. അയാളുടെ ഇഷ്ടം അയാൾ തുറന്നു പറഞ്ഞു. അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ആ ഒരു ടൈമിൽ ആൾക്കൊരു സങ്കടം തോന്നിയെങ്കിൽ പിന്നെ ആൾ പാച്ചപ്പ് ചെയ്തെടുത്ത് കോപ്പപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ അത് ഓൾറെഡി അതങ്ങ് വിട്ടു എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും പുറത്ത് ഡീഗ്രേഡിങ് നടക്കുന്നത് ആൾ പെണ്ണുപിടിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താണ് ഞാനിത് റിയാക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഷാനവാസിക്കാണ് അല്ലെങ്കിൽ ഷാനവാസിക്കയുടെ ഫാൻസാണ് ഇത് പടച്ചു വിടുന്നത് എന്നുള്ള രീതിയിലാണ് കമൻസ് വരുന്നത്. യൂഷ്വലി കമൻസ് വരുന്നതെന്ന് വെച്ചാൽ ഷാനവാസിക്കായിരുന്നു കിട്ടേണ്ടത്, ആ പെണ്ണുപിടിയനായ അനീഷിനാണ് സെക്കൻഡ് കിട്ടിയത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ജെനുവിനായിട്ടുള്ള ഷാനവാസിക്കയുടെ ഫാൻസ് ഒരിക്കലും ഷാനവാസിനെയും അനീഷിനെയും ഒരിക്കലും ഇങ്ങനെ സംസാരിക്കത്തില്ല. ഇത് വേറെ ആൾക്കാരുടെ PR ആണ് നടക്കുന്നത്. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്, ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നെഗറ്റിവിറ്റി എത്ര സ്പ്രെഡ് ചെയ്യാവോ അത്രയും നെഗറ്റീവ് ഇവരാകുകയും ചെയ്യും. ആരാണോ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് കൂട്ടു നിൽക്കുന്നത് അവരുടെ കുറച്ച് ഹൈപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. ഞാൻ ആരുടെ PR എന്നാണെന്നൊന്നും പറയുന്നില്ല. കാരണം ആരുടെ PR ആണെങ്കിലും ചിലപ്പോൾ ഇത് അനുമോളുടെ PR ആയിരിക്കണം എന്നില്ല, അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആയിരിക്കണം എന്നില്ല. ഇത് പെണ്ണുപിടിയനെന്ന് പറയുമ്പോഴത്തേക്കും അനുമോളുടെ ഒന്ന് ഇഷ്ടം പറഞ്ഞു ചിലപ്പോൾ അവരുടെ PR ആണ് അതായിരിക്കണം എന്നില്ല, ഇത് വേറെ ആൾക്കാരും ആയിരിക്കാം. അപ്പം സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് അനീഷിൻ്റെ ഫാൻസ് ആയിക്കോട്ടെ ഷാനവാസിക്കയുടെ ഫാൻസ് ആയിക്കോട്ടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 2 ആൾക്കാരും എന്നും ഒന്നിച്ചിരിക്കണം, നല്ല ഫ്രണ്ട്സായിട്ടിരിക്കണം. എവിടെ പോയാലും അനീഷ് ഷാനവാസിനെ പറ്റി പറയും, ഷാനവാസ് അനീഷിനെ പറ്റി പറയുന്ന നല്ലൊരു കോംബോ അല്ലെങ്കിൽ നല്ലൊരു ബോണ്ട് അവർ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഫാൻസ് മീറ്റിങ്ങിൽ വാട്സാപ്പിലുള്ള ഒഫീഷ്യൽ ഗ്രൂപ്പിൽ പോലും വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും ഷാനവാസിക്ക അനീഷിനെ വീഡിയോ കോൾ ചെയ്തിട്ട് അവരെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അത്രയ്ക്കൊരു ഫാൻ ബേസ് ഇവർക്ക് 2 പേർക്കും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഒരാളുടെ ഫാൻ മറ്റൊരാളെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമൻറ്റ് ഇട്ടിട്ട് എന്താ പറയുക ക്രൂശിക്കത്തില്ല. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ കമൻസ് ഇടുന്നവർ മെയിൻലി ശ്രദ്ധിക്കുന്നത് ഇവരുടെ ബോണ്ട് എങ്ങനെയെങ്കിലും തകർക്കണം. അതായത് ഷാനവാസിക്കായും അതേപോലെ തന്നെ അനീഷും തമ്മിലുള്ളൊരു ബോണ്ടുണ്ടല്ലോ, അത് എങ്ങനെയെങ്കിലും തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനത്തെയുള്ള കമൻസാണ് ഇവരിടുന്നത്. കാരണം ആ കമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ആരുടെയും ഫാൻസ് അല്ല, ഇത് വേറെ ഏത്. കാരണം ഈ സെയിം കമൻസ് തന്നെ വേറെ ആൾക്കാരും ഇതേപോലെ പേസ്റ്റ് ചെയ്തിടുന്നുണ്ട്, അതും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻലി 2-3 ദിവസങ്ങളായിട്ട് ഈ ഒരു കമൻറ്റ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മെയിൻലി ഇപ്പം മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി എന്താണെന്നറിയാൻ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്കറിയാം ഇത് ഷാനവാസിൻ്റെ ആൾക്കാരല്ല എന്ന് അറിയാം, ഇത് വേറെ എന്തോ ആണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ്. അല്ലാതെ അവരൊരിക്കലും ഷാനവാസിക്കാനെയും കുറ്റപ്പെടുത്തത്തില്ല. അനീഷും ഷാനവാസിക്കയും തമ്മിലുള്ള ബോണ്ട് അവർക്കും ഇഷ്ടമാണ്. എന്തായാലും BB കഴിഞ്ഞു, ഒരു വിന്നറായി, സെക്കൻഡ് റണ്ണറപ്പായി, തേർഡ് റണ്ണറപ്പായി, അങ്ങനെ എല്ലാം കഴിഞ്ഞു. അവരവരുടേതായ ലൈഫ് പോകുന്നു. അനീഷിനും ഷാനവാസിക്കും അതേപോലെ എസ്പെഷ്യലി അനീഷിന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം കൊടുത്തു. അപ്പോൾ അതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത കുറേ നെഗറ്റീവുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
എങ്ങനെയും ഡീഗ്രേഡ് ആക്കി ആളെ അങ്ങ് മാറ്റി നിർത്താം എന്നുള്ള രീതിയിലാണ് അവർ ഈ കമൻസ് ഇടുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യും തോറും ആളുടെ സത്യം പറഞ്ഞാൽ ആളുടെ ഇത് കൂടത്തേ ഉള്ളൂ, ആളുടെ ഫാൻ ബേസ് കൂടത്തേ ഉള്ളത് മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എത്രത്തോളം ഒരാളെ അടിച്ചമർത്തുന്നു അത്രത്തോളം, കാരണം അയാളുടെ ആ ഒരു പേഴ്സണാലിറ്റി, അയാൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതികൾ, ഇവർ തമ്മിലുള്ള ബോണ്ടുകൾ എല്ലാം തന്നെ അവർ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കിടയിലുള്ള ഒരു എന്താ പറയുക, ഒരു ദേഷ്യമോ വഴക്കോ ഒന്നും തന്നെ ഇല്ല. കാരണം അനീഷിന് അത്രത്തോളം ഷാനവാസിക്കാരെ ഇഷ്ടമാണ്, ഷാനവാസിക്കും അത്രത്തോളം അനീഷിനെ ഇഷ്ടമാണ്. ഒരുപാട് പേര് ഇൻക്ലൂഡിങ് ജിഷിൻ അടക്കം പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഫേക്കാണ്, ഒരിക്കലും ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ലെന്ന് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഈവൻ അക്ബർ പോലും പറഞ്ഞിട്ടുണ്ട് ഫേക്കാണെന്ന്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്കാണെന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ട്, ബിൻസി പറഞ്ഞിട്ടുണ്ട്, ബിന്നി പറഞ്ഞിട്ടുണ്ട്. ഇവർ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പേര് പറയുമ്പോഴത്തേക്കും അവർ പറഞ്ഞതിൽ ജയിക്കണം എന്നുള്ള രീതിയിലായിരിക്കണം ഇവർ തമ്മിലുള്ള ബോണ്ടിങ് നിർത്താൻ വേണ്ടിയിട്ടാവണം ഇങ്ങനൊരു കാര്യങ്ങൾ പടച്ചുവിടുന്നത്. പക്ഷേ നമുക്കറിയാം അവരുടെ ഫാൻസിനും നമുക്ക് ജെനുവിനായിട്ടുള്ള, ഈവൻ ഞാൻ എടുത്ത് പറയുവാണ്, ജെനുവിനായിട്ടുള്ള ഫേക്ക് അല്ലാത്ത ഫാൻസിന് ഇത് നന്നായിട്ടറിയാം ഇത് ആരുടെ കളിയാണ് കളിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതുപോലുള്ള കമൻസ് ജെനുവിനായിട്ടുള്ള ഫാൻ ബേസിലുള്ള ആൾക്കാർ കാണുവാണെങ്കിൽ അതിനെ റിയാക്റ്റ് ചെയ്യുക. അതായത് കമൻറ്റ് വീണ്ടും ഇടുക, എന്താണെന്നുള്ള നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കമൻറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് ഇടണം. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ചില സാധാരണ ആൾക്കാർ, ജെനുവിനായിട്ടുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പം അയ്യോ ഇതെന്ത് മോശമാണല്ലോ, ഇതെന്താ ഷാനവാസിക്കയുടെ ഫാൻസാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വന്നേക്കാം. സോ അതിനൊരു ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇടണം. എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.